നമസ്കാരം, മൈഫിൻ ടോക്സിലേക്ക് സ്വാഗതം. ധാരാളം ആളുകളാണ് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് മൈഫിൻ ടോക്സ് എന്ന ഈ ഷോ കാണുകയും അവരുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റുകളായിട്ടും വാട്സപ്പ് മെസ്സേജുകളായിട്ടും അയക്കുകയും ചെയ്യുന്നത്. അതിൽ വളരെ സന്തോഷം. നമ്മളിന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കേന്ദ്ര ബഡ്ജറ്റും കുടുംബ ബഡ്ജറ്റും എന്ന വിഷയത്തെ പറ്റിയാണ്. സർ, മൈഫിൻ ടിയുടെ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യൂണിയൻ ബഡ്ജറ്റിലെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി ഡയറക്റ്റ്ലി അതിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള അതിന് ഒരു ചാലകശക്തി ആവണം ബഡ്ജറ്റ് എന്ന് നമ്മൾ പറയാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം എടുക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ഫണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് നമ്മൾ കുറേയും കൂടെ വേണ്ടി വരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ, നമ്മുടെ ബസ് സ്റ്റോപ്പുകൾ, ബസ് സ്റ്റേഷനുകളൊക്കെ ഈ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിലുള്ള എക്കണോമി എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ എക്കോണമി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്നൊരു എക്കോണമി. നമ്മുടെ വിദേശ മലയാളികളുടെ ഫണ്ട് കൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളെക്കാളും വളരെ വലിയ രീതിയിൽ എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്ത് കാണിക്കുന്ന ഒരു സൊസൈറ്റി കൂടിയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യണം. നമ്മുടെ മൈഫിൻ്റെ ഫസ്റ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് യൂത്തിൻ്റെ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. പ്രത്യേകിച്ചും നമ്മളൊരു വർഷം ഏകദേശം 5 ലക്ഷത്തോളം ആളുകളാണ് SLC കഴിഞ്ഞ് ഇറങ്ങുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് 50 ലക്ഷം ആൾക്കാർ ഡിഗ്രിയൊക്കെ പാസ്സായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്, അവർക്ക് തൊഴിൽ കിട്ടുന്ന രീതിയിലോട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് സ്കീംസും അതിനെ വർദ്ധിപ്പിക്കുന്ന രീതിയിലോട്ടുള്ള കാര്യങ്ങളും വരണം. ഇനി കേരളത്തിന് ഒരു ഫോക്കസ്ഡ് ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ അഗ്രികൾച്ചറിൽ നമുക്ക് ഫണ്ട് തരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ട് കൊണ്ടൊന്നും നമ്മളുടെ ഒരു അഗ്രികൾച്ചർ സെക്ടറും രക്ഷപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ ചെയ്യുന്ന സ്ഥലങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ വയനാടോ അല്ലെങ്കിൽ ഇടുക്കിയോ അല്ലെങ്കിൽ കാസർഗോഡോ പാലക്കാട് പോലെയുള്ള ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങൾ നോക്കുവാണെങ്കിൽ പുതുതലമുറ എല്ലാം കൃഷിയിൽ നിന്ന് മാറി. അപ്പം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ കൃഷിയുള്ള എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഹൈടെക് ഫാമിംഗ് വന്നു, അവിടുത്തെ കാര്യങ്ങൾ വന്നു. കൃഷി ചെയ്യുന്ന ആളുടെയും ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആളുടെയും വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുടെയും ലിവിങ് സ്റ്റാൻഡേർഡും റെമ്യൂണറേഷനും ഒരേപോലെ വരണമെങ്കിൽ കൃഷിക്ക് കൃത്യമായ വില കിട്ടണം, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില കിട്ടണം. അപ്പോൾ നമ്മളൊരു ഫണ്ട് തന്നു, ഗവൺമെൻറ് ഒരു ഫണ്ട് തന്നതുകൊണ്ട് മാത്രം അതാവുന്നില്ല. കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി കൺവേർട്ട് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്യുകയും അതിന് വലിയ ഫാക്ടറികളും സമുച്ചയങ്ങളും ഒക്കെ ഉണ്ടാകുകയും ചെയ്യണം. അപ്പം മൈഫിൻ ആദ്യം പറയുന്നത് കൃഷിക്ക് വേണ്ടിയിട്ട് മിൽമ പോലെയുള്ള യൂണിറ്റുകൾ കൊണ്ടുവരണം. അപ്പം മിൽമ പോലെയുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, മിൽമ എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരൻ പാൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അത് സൊസൈറ്റിയിൽ എടുക്കും. അപ്പോൾ സൊസൈറ്റി കൊണ്ടു കൊടുത്താൽ അതിനൊരു വില കിട്ടുമല്ലോ. അപ്പോൾ ഇഞ്ചി ഉൽപ്പാദിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാർഷികമായി കൃത്യമായി ഒരു വില എടുത്ത് വാങ്ങണം. അപ്പോൾ ഇതൊരു ഔട്ട് ഓഫ് ദ ബോക്സാണ്. ഇതിനും ഗവൺമെൻറ് വലിയ മാനുഫാക്ചറിങ് യൂണിറ്റുകളും അതൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് അത് സാധ്യമാവുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതേപോലെ ടൂറിസം മേഖലയിൽ ഒന്നുമില്ലാത്ത ദുബായ് മണലിൻ്റെ അകത്ത് കെട്ടിടം വെച്ചിട്ടാണ് ഇന്ന് ഇത്ര ആയേക്കുന്നത്. അതിൻ്റെ എത്രയോ ഇരട്ടി കാണാനും കേൾക്കാനും ആസ്വദിക്കാനുള്ള സ്ഥലമാണ് കേരളം. അപ്പോൾ ഈ ചെറിയ രീതിയിൽ നമ്മൾ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു ബഡ്ജറ്റ് ഇപ്പം ചെയ്താൽ മാത്രമേ, ഫണ്ടിങ് വന്നാൽ മാത്രമേ കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ തൊഴിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ദുബായിൽ മെറീന മാൾ അല്ലെങ്കിൽ മെറീന ബീച്ചിൽ പോയി നിന്ന് പുറത്തേക്ക് നോക്കുമ്പം കാണുന്നത് വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ, അത് അവർ ഉണ്ടാക്കിയെടുത്തതാണ്, ക്രിയേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഇതേ സെയിം കാര്യം തന്നെ ഇപ്പോൾ നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു മൊത്തം ബീച്ച് സൈഡാണ്. ആ ബീച്ച് സൈഡിനെ എന്തുകൊണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് വിദേശികളും എന്തുകൊണ്ട് മറ്റുള്ള സംസ്ഥാനത്തിലെ ആളുകളോട് വരുന്നില്ല? അപ്പം നമുക്കിനി വേണ്ടത് ഫെസിലിറ്റി മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി മാനേജ്മെൻറ്റൊക്കെയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം യൂസിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ അതിൻ്റെ മുകളിലൂടെ ഹെലികോപ്റ്റർ പോകും. ആ ഇഷ്യൂ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ അവിടെ അതിനുള്ള ഇത് വരും. അവിടെ സെക്യൂരിറ്റി സിസ്റ്റം വളരെ വലുതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ റീസെൻ്റ്ലി സെലിബ്രിറ്റിയുടെ ഫ്ലാറ്റിൽ കയറി ആക്രമിച്ചിട്ട് പോയല്ലേ. അപ്പോൾ ഇന്ത്യയിലെ സെക്യൂരിറ്റി സിസ്റ്റം ഇതിൻ്റെ ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും വരേണ്ടി വരും. അത് പല രീതിയിലുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ബഡ്ജറ്റിൽ എന്താ ഇതിന് കാര്യം? ബഡ്ജറ്റിലേ ഇതിന് കാര്യമുള്ളൂ. കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ സെഗ്മെൻറ്റിനും ഫണ്ട് മാറ്റി വെക്കുമ്പോൾ ഇത് ഇങ്ങനൊരു പ്രൊജക്റ്റിന് ഇത്ര 1000 കോടി വരണം,
എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. 2 ഫെസിലിറ്റി മാനേജ്മെൻറ്റ്. ഇപ്പം നമ്മൾ മുമ്പ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു KSRTC ബസ്സിൽ പോയാൽ എങ്ങനെയാണ് നമ്മളുടെ ഒരു ഇത് വരുന്നത്, അവിടുത്തെ സൗകര്യമല്ല എയർപോർട്ടിലുള്ള സൗകര്യം. പക്ഷേ അവിടെ അത് ഫെസിലിറ്റീസ് മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഉണ്ടാകുന്ന സർക്കാരിൻ്റെ കെട്ടിടങ്ങളായിക്കോട്ടെ, ഇത് മാനേജ് ചെയ്യുന്നില്ല. നമ്മൾ മറ്റേത് വിദേശ രാഷ്ട്രങ്ങളിൽ നോക്കിയാലും ഈ മാനേജ്മെൻറ്റ് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഒരേ കമ്പനിയുടെ ഫുഡല്ല ദുബായ് കഴിക്കുന്നത് ഇവിടെ കഴിക്കണം. നമ്മൾ ഇവിടുന്ന് ഒരു കമ്പനി എക്സ്പോർട്ട് ചെയ്യുന്നതിൽ അവരുടെ ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവരെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരവിടെ എടുക്കും, അല്ല റിജക്റ്റ് ചെയ്യും. നമ്മളിവിടെ എന്തും കഴിക്കാം. അപ്പോൾ ആ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡിൽ ഹയർ ലെവലിലേക്ക് വരണം. നമ്മൾ ഇതിനൊരു ഫണ്ട് ബഡ്ജറ്റിൽ, അതായത് ഫെസിലിറ്റി മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി സിസ്റ്റം, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇതിന് വലിയ രീതിയിലുള്ള ഫണ്ട് മാറ്റി വെച്ച് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് അതിൻ്റെ വകുപ്പുകൾ കൊണ്ടുവരണം. രാജ്യം ഒരു കേന്ദ്ര ബഡ്ജറ്റ് തയ്യാറാക്കുന്നു. അത് നമ്മുടെ സാമ്പത്തികമായ മുന്നേറ്റത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണല്ലോ. അതുപോലെ തന്നെ കുടുംബങ്ങളും ഒരു ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടത് അത്യാവശ്യമായ കാര്യമല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നമ്മൾ സബ്ജക്റ്റ് മുന്നോട്ടെടുത്തിരിക്കുന്നത്. ഓരോ കുടുംബവും കേന്ദ്ര ബഡ്ജറ്റ് തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഫാമിലി ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടത്. ഇപ്പം കേന്ദ്ര ബഡ്ജറ്റിലുള്ള പോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് നമുക്കും ഉണ്ടാവും, കുടുംബത്തിനുണ്ട്. എന്ന് പറഞ്ഞാൽ വരുമാനം, ചെലവ്, അതിൻ്റെ ഒരു നയരേഖ, അതിൻ്റെ ഒരു പോളിസിയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു പോളിസി. വരവ് ചെലവ് കണക്കുകൾ എവിടെയൊക്കെ വിനിയോഗിക്കണം, എവിടെ നിന്നൊക്കെ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ്, അല്ലേ? അതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ നിന്നുകൊണ്ട് അത് ചിലവഴിക്കണം. അപ്പോൾ പലപ്പോഴും ബഡ്ജറ്റ് അതിനുള്ളിൽ നിന്ന് ചിലവഴിക്കാൻ പറ്റുന്നില്ല. കുടുംബത്തിൻ്റെ കാര്യം എങ്ങനെയാണ്? കാരണം ഇൻഫ്ലേഷൻ വരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ഇതൊരു തയ്യാറെടുപ്പാണ്. ഫെബ്രുവരിയിൽ മാസം തന്നെ ധനമന്ത്രി അവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഓരോ കുടുംബവും ഓരോ ബഡ്ജറ്റ് എഴുതി തയ്യാറാക്കണം. അത് അവതരിപ്പിക്കുമ്പോൾ വേണമെങ്കിൽ കുട്ടികളെയും അച്ഛനും അമ്മയും ഒക്കെ ഇരുന്നുകൊണ്ട് നമുക്കൊരു ബഡ്ജറ്റ് തയ്യാറാക്കാം. എന്നിട്ട് അത് പറയാം, അടുത്ത ഏപ്രിൽ 1 തൊട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുടുംബ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളൊരു പേഴ്സണൽ ബഡ്ജറ്റും തയ്യാറാക്കാം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയാണല്ലോ വരുന്നത്. ഇപ്പം നമ്മൾ സെൻട്രൽ ബഡ്ജറ്റ് വരുവാണെങ്കിൽ ആരോഗ്യത്തിന് കുറച്ച്, ആരോഗ്യ വകുപ്പിന് കുറേ എമൗണ്ട് ഉണ്ടാവും. റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട്, ഇൻഫ്രാസ്ട്രക്ചർ, ഏവിയേഷൻ, ഇലക്ട്രിസിറ്റി, റെയിൽവേ, ഇതുപോലെ തന്നെ കുടുംബത്തിലെ ഓരോ ആൾക്കാർക്കും ഓരോ വ്യത്യസ്തമായ ആവശ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ കുട്ടിയുടെ പഠനം ഉണ്ടാവും. ഇപ്പോൾ പല ഫാമിലീസും ചെയ്തു വരുന്നുണ്ട് അങ്ങനെ. പക്ഷേ എത്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് ചെയ്യേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് ഫാമിലി ബഡ്ജറ്റുകളൊക്കെ ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് പൊളിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതൊരു മാർച്ച് 31 വരെ ഒരു പ്രോസസ്സാണെന്ന് കരുതിയിട്ട് വേണം തയ്യാറാക്കാൻ. ഒരു സൈഡിൽ വരുമാനം, ഒരു സൈഡിൽ ചിലവ്, കുട്ടിയുടെ പഠിപ്പിന് ഇത്ര, EMI ഇത്ര, ലോണിൻ്റെ റീപേയ്മെൻറ്റ് ഇത്ര, മറ്റുള്ള സേവിങ്സിന് ഇത്ര %, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൃത്യമായി അലോക്കേറ്റ് ചെയ്യണം. ഇപ്പം മൈഫിൻ്റെ പല ഷോസും, പേഴ്സണൽ ഫിനാൻസ് ഷോസൊക്കെ കൃത്യമായി അതിനുള്ള ഡയറക്ഷൻ കൊടുക്കുന്ന ഷോയാണ്. എത്ര % മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എത്ര % സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എത്ര % ഇൻഷുറൻസിന് മാറ്റി വെക്കേണ്ടത്, ഇത്തരത്തിലുള്ള കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഓരോ ഷോയുള്ള പേഴ്സണൽ ഫിനാൻസിൻ്റെ ഷോസ്. അപ്പോൾ ഫാമിലി ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് മൈഫിൻ TVയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് പേഴ്സണൽ ഫിനാൻസ് സെഗ്മെൻറ്റിലുള്ള എല്ലാ പ്രോഗ്രാമും കണ്ടു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു എന്താ പറയുക, അവർക്കൊരു പെട്ടെന്നൊരു മനസ്സിലാവും എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളതിനുള്ള കൃത്യമായ ഒരു രൂപരേഖ അതിൽ തന്നെ ഉണ്ടാവും. ഒരു കൺക്ലൂഷൻ പോയിൻ്റ് പറയുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും, ഓരോ കുടുംബവും ഒരു സെൻട്രൽ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന പോലെ തന്നെ ഒരു ബഡ്ജറ്റ് അവരുടെ അടുത്ത ഏപ്രിൽ മുതൽ മാർച്ച് 31 വരെയുള്ള എഴുതി തയ്യാറാക്കുകയും അതിലൊരു പേപ്പറിൽ ഓരോ മാസത്തെയും ചിലവിതാണ്, വരവിതാണ് എന്നുള്ളത് കാണിക്കുകയും ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും അതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്? കടമെടുക്കുന്ന ലിസ്റ്റ് കൂടും. 1. 2, നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കേന്ദ്ര സർക്കാരിന് ചിലപ്പം നാച്ചുറൽ കലാമിറ്റീസ് ആയിരിക്കാം നേരിടേണ്ടി വരിക. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായ വിഷയങ്ങൾ, അസുഖങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അതിനകത്ത് എടുത്ത് വെച്ചിരിക്കണം. കേന്ദ്ര സർക്കാരിനാണെങ്കിൽ ഒരു ഫണ്ട് അതിൻ്റെ അക്കൗണ്ടിലുണ്ടാവും. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്യൂ മീൻസ്
അവർക്ക് ബഡ്ജറ്റിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നത് ഇപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് ഒരു ഷോപ്പിംഗ് മാളിൽ പോകുന്നു. അപ്പോൾ അത് പേരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വേണമെങ്കിൽ പോലെ കരുതാം. എന്താണ് ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന എല്ലാ സാധനവും വേണമെങ്കിൽ വാങ്ങുമെന്ന് പറയാം. പക്ഷേ കുട്ടിയോട് പറയാം നമ്മുടെ ഫാമിലി ബഡ്ജറ്റ് ഇതാണ്, ഈ ബഡ്ജറ്റിനുള്ളിലാണ് നമ്മൾ ഈ മാസം ചിലവഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നിനക്ക് ഞാൻ ഇത്ര രൂപയുടെ സാധനം വാങ്ങി തന്നിട്ടുണ്ട്. അപ്പോൾ അവരും അത് പഠിച്ച് ശീലമാകുമല്ലേ. ഇനി നമുക്ക് ഇത്ര രൂപയും കൂടെ ഉള്ളൂ. അപ്പോൾ ഈ 250 രൂപ വെച്ചിട്ട് അടുത്ത 2 ആഴ്ചയും കൂടെ ഓടേണ്ടി വരും. ഇപ്പം എന്താ സംഭവിക്കുന്നത്? ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് അവർ പറയുന്ന സംഭവം എന്താണോ അത് വാങ്ങി കൊടുക്കും. എന്നിട്ട് മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ ക്രെഡിറ്റ് കാർഡ് അടക്കണമല്ലോ. അപ്പോൾ എക്സ്പെൻസ് മാനേജ് ചെയ്യാൻ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒരു ഇത് വെക്കണം, ഒരു കൺട്രോൾ വെക്കണം. പക്ഷേ ഇപ്പോൾ കാണുന്ന കാര്യം ക്രെഡിറ്റ് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്തിട്ട് പിന്നീട് അത് അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പേഴ്സണൽ ലോൺ എടുക്കുന്ന ഒരു രീതിയിലേക്ക് ഒരുപാട് ആളുകൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നമുക്ക് എത്രത്തോളം സേഫാണ്? ഒരു വ്യക്തിയുടെ വരുമാനത്തിൻ്റെ 40% കൂടുതൽ EMI ഉണ്ടാകാൻ പാടില്ലെന്നത് തമ്പ് റൂളാണ്. ക്രെഡിറ്റ് കാർഡ് എടുത്താലും ശരി, ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റൊട്ടേറ്റിംഗ് ലോൺ എന്ന നിലയിൽ മാത്രമേ കാണുള്ളൂ. അതിനൊരു വലിയ ബാധ്യത എന്ന നിലയിൽ കാണേണ്ട ആവശ്യമില്ല. എനിക്ക് 10,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ, ഒരു മാസം വരുമാനം ഉണ്ടെങ്കിൽ 4,000 രൂപയിൽ കൂടുതൽ ഒരു കാരണവശാലും ചിലവഴിക്കാൻ പാടില്ല. അപ്പോൾ കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ, നമ്മൾ ഫാമിലി ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ അവരുടെ എക്സ്പെൻസസ് എഴുതി തയ്യാറാക്കണം. വരുമാന സോഴ്സുകൾ, പല തരത്തിലുള്ള വരുമാന സോഴ്സുകളുണ്ടാകും, എല്ലാം തയ്യാറാക്കണം. ഇൻകം ടാക്സിൻ്റെ പ്ലാനിങ് ഉണ്ടാവും. അതുപോലെ തന്നെ പർച്ചേസിന് ഒരു ലിമിറ്റ് ഉണ്ടാവണം. ഇതിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ഫണ്ടില്ലാത്തപ്പോൾ കടമെടുക്കാൻ പറ്റും. ഒത്തിരിയും കടമെടുക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ബഡ്ജറ്റിൻ്റെ ഒരു ഷോ നമ്മൾക്കുണ്ട്. ആ ഷോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാ സെഗ്മെൻറ്റുകളിലുള്ള ആൾക്കാർ കടമെടുത്ത് തന്നെയാണ് പോകുന്നത്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് GST കളക്ഷൻ നല്ലപോലെ ചെയ്യുന്നുണ്ട്. ഫാമിലിക്ക് GST കളക്ഷൻ ഇല്ല. ആ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ ഫാമിലിയും തയ്യാറാകണം. അതിനുള്ള പദ്ധതികൾ അവരുടെ ഫാമിലി ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്യണം. ഞാൻ ഒരു ജോലിക്കാരനാണെങ്കിൽ എനിക്ക് ആ ജോലി മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കുള്ള അധിക സമയത്ത് മറ്റുള്ള സോഴ്സിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതർ ജോലികൾ ചെയ്യേണ്ട ഒരു സിസ്റ്റം ഉണ്ടാവണം. അതുണ്ടായേ പറ്റും. അങ്ങനെ മൾട്ടിപ്പിൾ സോഴ്സസിലൂടെയുള്ള വരുമാനം ഉണ്ടാവേണ്ടതുണ്ട്. ഇൻഫ്ലേഷൻ എങ്ങനെ കേന്ദ്ര ബഡ്ജറ്റിനെയും ഫാമിലി ബഡ്ജറ്റിനെയും ബാധിക്കും? ഇൻഫ്ലേഷൻ മാനേജ് ചെയ്യുക എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് അതൊരു മാനേജബിൾ ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു 4% to 4.5%. ഫാമിലിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ്. നമ്മളതിന് മുൻകൂട്ടി വിലയിരുത്തി എപ്പോഴും ബഡ്ജറ്റ് തയ്യാറാക്കുമ്പം തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. 4.5% ബിറ്റ്വീൻ 6% ഉറപ്പായിട്ടും സാധനങ്ങളുടെ വില കൂടും. ഏപ്രിൽ മാസം 1000 രൂപയാണ്, എക്സാമ്പിളാണ്, 1000 രൂപയാണ് നമ്മൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടി വെക്കുന്നതെങ്കിൽ മാർച്ച് ആകുമ്പോഴത്തേക്ക് അത് 1440 രൂപയാകുമെന്ന് നമ്മൾ മനസ്സിൽ കാണണം. അപ്പം ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി 2 മാർഗങ്ങളാണല്ലോ. ഒന്ന് വരുമാനം വർദ്ധിപ്പിക്കുക, 2 അതിൻ്റെ പ്ലാനിങ്ങിൽ തന്നെ, ആ ബഡ്ജറ്റിൽ ഇടുമ്പോൾ തന്നെ ആ പ്ലാനിങ്ങിൽ തന്നെ ഉണ്ടാവുക. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉറപ്പായിട്ടും ബഡ്ജറ്റിൻ്റെ അകത്ത് ഫാമിലികൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉറപ്പായിട്ടും ഒരു തുക ഉണ്ടായിരിക്കണം. റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിന് ഒരു തുക വെക്കണം, ചൈൽഡ് എഡ്യൂക്കേഷൻ മാരേജിന് വെക്കണം, വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണ് അതിനൊരു എമൗണ്ട് അലോക്കേഷൻ വെക്കണം. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ എഴുതി റെഡിയാക്കി വെച്ചിട്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ, ഒരു മാസം. അപ്പോഴാണ് ഒരു വിദേശത്തുള്ള ഒരാൾ നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസിൻ്റെ ഒരു ഏജൻറ്റ് വന്നിട്ട് നമ്മുടെ അടുത്തൊരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്കീം പറയുക, ഒരു 2 ലക്ഷം രൂപയുടെ. അപ്പോൾ നമ്മൾ ഫാമിലി ബഡ്ജറ്റിലെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ആ വർഷത്തെ നിക്ഷേപത്തിൽ ആ എമൗണ്ട് ഇല്ല. അപ്പോൾ നമ്മളത് ചെയ്യണോ? ഇത് ചെയ്യണം. പക്ഷേ ഫാമിലി ബഡ്ജറ്റിൽ ഇല്ലല്ലോ. പക്ഷേ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് അതൊരു ചെയ്യണമെന്നുള്ള തീരുമാനത്തിനപ്പുറത്തേക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എത്ര രൂപയാണ് ഫ്യൂച്ചറിൽ ആവശ്യമുള്ളത്, അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി ഉണ്ടോ, ഇനി ഉണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് റീകൺസിസ്റ്റ് ചെയ്യണോ. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പൈസയും ചിട്ടിയിലും SB അക്കൗണ്ടിലും ആണെങ്കിൽ അതിൻ്റെ എമൗണ്ട് എടുത്തിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് കുറച്ച് എമൗണ്ട് മാറ്റാം ലോങ് ടൈം കൺസെപ്റ്റിൽ. അതല്ലെങ്കിലോ നമ്മൾ ഓൾറെഡി ഫിറ്റ് ആണെങ്കിൽ, ഓൾറെഡി വെൽ പാക്ഡ് ആയിട്ട് പോകുന്നതെങ്കിൽ ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫാമിലി ബഡ്ജറ്റിനെ മാറ്റാൻ പറ്റുകയില്ല. മാറ്റരുത്. മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെയാണ് നമ്മൾ പറയുന്നത് നമുക്കൊരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കൺട്രോളിങ് സിസ്റ്റം ത്രൂ ഔട്ട് ദ പീരീഡ് വേണ്ടി വരും. ഇപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മൾ മാനേജബിൾ തന്നെയാണ്, മാനേജ് ചെയ്ത് പോകേണ്ടത് തന്നെയാണ്. ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ബഡ്ജറ്റിൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റിലെ പദ്ധതികൾ ഈ ബഡ്ജറ്റിലും തുടരാൻ സാധ്യതയുണ്ടോ? കഴിഞ്ഞ ബഡ്ജറ്റിൽ മാത്രമല്ല, കേന്ദ്ര സർക്കാർ കാലാകാലങ്ങളായി കുറേയധികം പദ്ധതികൾ സാധാരണ ആൾക്കാർക്കും ബിസിനസ്സുകാർക്കും ഇന്ത്യയിലെ ഓരോ പൗരനും വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. പലപ്പോഴും അത് ജനങ്ങളിലേക്ക് വേണ്ട വിധത്തിൽ എത്തുന്നില്ലെന്നുള്ളതാണ്.
കാരണം അതിന് പല റീസൺസ് ഉണ്ട്. റീസൺസ് നമ്മൾ മാറ്റി വെക്കാം. പക്ഷേ നമ്മൾ ഓരോ വ്യക്തിയും ഓരോ ബഡ്ജറ്റിലും പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് ചോദിച്ചു വാങ്ങുകയും ചെയ്യണം. പോയി ചോദിച്ചു വാങ്ങണം. വില്ലേജ് ഓഫീസിലാണ് വില്ലേജ് ഓഫീസ്, സർക്കാർ ഓഫീസിലാണ് സർക്കാർ ഓഫീസിൽ, ബാങ്കിൽ ലോണിന് സബ്സിഡി ആണെങ്കിൽ സബ്സിഡി. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വളരെ പ്രചാരത്തിലുള്ള പദ്ധതികളുണ്ട്. ഇപ്പോഴും അതിൽ അംഗങ്ങളാവാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു സ്കീം പോകുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് ഉണ്ട്. SISFS ഒരു സ്റ്റാർട്ടപ്പിൻ്റെ സീഡ് ഫണ്ടിങ് ആണ്. അത് സ്റ്റാർട്ടപ്പ് തുടങ്ങാനും അതിൻ്റെ ഓപ്പറേഷൻ കോസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫണ്ട് ഫോർ സ്റ്റാർട്ടപ്പ് FFS ഇത് സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സും തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ടാക്സ് എക്സംഷൻ സ്റ്റാർട്ടപ്പുകൾ ഇൻകം ടാക്സ് എക്സംഷനിൽ നിന്ന് അവരെ മാറ്റിയിട്ടുണ്ട്. അതായത് 7 ഇയേഴ്സിലെ 3 വർഷം അവർക്ക് ടാക്സ് പേ ചെയ്യേണ്ടതില്ല, ഇൻകം ടാക്സ് എക്സംഷൻ വേണ്ട. അടൽ ഇന്നൊവേഷൻ മിഷൻ എൻകറേജ് ഇന്നൊവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. ദെൻ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ് ഇതെല്ലാം ഗവൺമെൻറ്സിൻ്റെ സ്കീമാണ്. ആയുഷ്മാൻ ഭാരത് യോജന 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. ദെൻ പ്രധാനമന്ത്രി മുദ്ര യോജന അതിപ്പോൾ പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വളരെ വലിയ സ്കീമാണ് പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറയുന്നത്. സ്മോൾ എൻ്റർപ്രണേഴ്സിനെ ബിസിനസ്സുകാരും പ്രോത്സാഹിപ്പിക്കാനാണ്. ദെൻ എഗെയിൻ പോകുമ്പോൾ നമ്മൾ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന LPG കണക്ഷൻസ് കൊടുക്കുന്നതിനുള്ള ഒരു സ്കീമാണ്. ദെൻ എഗെയിൻ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന അതൊരു ഇൻഷുറൻസ് സ്കീം പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ഫാർമേഴ്സിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നതാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന സീറോ ബാലൻസ് അക്കൗണ്ടാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന അഫോർഡബിൾ ഹൗസിംഗ് ഫോർ ലോ ഇൻകം ഫാമിലീസ്. ഞാനിപ്പോൾ പറഞ്ഞത് വളരെ പെട്ടെന്ന് നോക്കിയ കുറച്ച് സ്കീമുകൾ മാത്രമാണ്. ഇതല്ലാതെ ഇൻഡസ്ട്രീസിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കീമുകളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഉപഭോക്താക്കളായി മാറണം. ഇതിൻ്റെ ബെനിഫിറ്റ് അതായത് നമ്മൾ എലിജിബിൾ അല്ലെങ്കിൽ ഇതിനൊരു എലിജിബിലിറ്റി ഉള്ളൊരു സൊസൈറ്റി ഉണ്ട് ഇവിടെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതിനുള്ള അവരാരും ഇത് ആപ്ലിക്കേഷൻ കൊടുത്താൽ പോസിറ്റീവ്ലി ഇത് എടുക്കത്തുള്ളൂ. ആരും ഇതിനെ വേണ്ട എന്ന് പറയത്തില്ല. കാരണം മോസ്റ്റ് ഓഫ് ദി കേസസും അവരുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റാണ് ക്രെഡിറ്റ് ആകുന്ന എമൗണ്ടുകൾ. ഇപ്പം കർഷകർക്ക് കൊടുക്കുന്ന എമൗണ്ട് ഓരോരുത്തരുടെ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ആകുന്നത്. സിമ്പിൾ പ്രോസസ്സാണ്. അപ്പം ഇതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് വരുന്ന ബഡ്ജറ്റിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കി മൈഫിൻ TV ബഡ്ജറ്റ് ഡീകോഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ നമ്മൾ ഇത്തരം സ്കീമുകൾ എന്തൊക്കെയാണോ അതെങ്ങനെയാണ് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്നതെന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മുടെ മൈഫിൻ TVയുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓരോ ആൾക്കാർക്കും അത് കാണാനും അതിൻ്റെ ബെനിഫിറ്റ് ആവാനും പറ്റും. ഈ ഫാമിലി ബഡ്ജറ്റ് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ലോങ് ടേമിൽ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും മോണോപോളി സ്റ്റോക്കുകളെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. നമ്മൾ ലോങ് ടൈം കൺസെപ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം, വെക്കാം. പക്ഷെ അവരൊരു ലോങ് ടൈം കൺസെപ്റ്റ് തന്നെ ആയിരിക്കണം. അതിൽ നമുക്കൊരു പ്രത്യേകത കൂടെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഏറ്റവും കൂടുതലായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ. അതിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും താഴെ ലെവലിൽ കിട്ടുന്ന അതല്ലെങ്കിൽ കുറേയധികം ഡൗൺ ആയിട്ടുള്ള സ്റ്റോക്കോടും കൂടെ പറയാം. അപ്പോൾ ഇതിന് 3 പ്രത്യേകതയാണുള്ളത്. ഒന്ന്, ബഡ്ജറ്റിൽ മൂവ്മെൻറ്റ് വരാൻ സാധ്യതയുള്ളതാണ്. 2, അതൊരു മോണോപോളി സ്വഭാവമുള്ള സ്റ്റോക്കാണ്. 3, അത് ഒരു 52 ഹൈനേക്കാളും താഴെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ബൈയിങ്ങിന് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പല റിസർച്ച് റിപ്പോർട്ടുകൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കിത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഞാൻ 1-2 എണ്ണം ഒന്ന് പറയാം. ഒന്ന് ഹിന്ദുസ്ഥാൻ സിങ്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിങ്ക് ഇൻഡസ്ട്രിയുടെ അറൗണ്ട് 78% അവരുടെ കയ്യിലാണ്. അപ്പോൾ നമ്മൾ AI ചിപ്പൊക്കെ വരുന്ന സമയത്ത് മാനുഫാക്ചറിങ്ങിന് സിങ്ക് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൽ മുമ്പ് ഉള്ളതിനേക്കാളും 48% താഴെയാണുള്ളത്. അപ്പോൾ നമുക്കൊരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് 67% മാർക്കറ്റ് ഷെയർ അതിലുണ്ട്. ഇപ്പോൾ അത് 42% ഡൗണാണ്. ദെൻ IRCTC ഓഫ് കോഴ്സ് 100% ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റിങ്ങും കൈകാര്യം ചെയ്യുന്നവരാണ്. സ്വാഭാവികമായിട്ടും ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളിൽ ടൂറിസത്തേക്ക് പ്രോത്സാഹിപ്പിക്കാനുള്ളതും ഒക്കെയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ടാവും. IRCTC 34% ഡൗൺ ആണ് ഇപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ദെൻ അഗെയിൻ കോൾ ഇന്ത്യ 80% കോൾ പ്രൊഡക്ഷൻ 82% അവരുടെ കയ്യിലാണുള്ളത്. ദെൻ അതിന് 33% ഡൗൺ ആണ്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള CDSL 24% ഇപ്പോൾ താഴെ വാങ്ങാൻ പറ്റും. MCX
കമ്മോഡിറ്റി എക്സ്ചേഞ്ച് 21% ഡൗൺ ആണ്. പിന്നെ മെയിൻ ഒരു കാര്യം കൂടെ ഉള്ളത് ഹാല്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്. നമ്മൾ മുമ്പും മോണോപോളി ഈ സ്റ്റോക്കായിട്ട് പറഞ്ഞിട്ടുള്ളായിരുന്നു, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളായിരുന്നു. 100% ഡിഫൻസ് മാനുഫാക്ചറിങ്ങിൽ ഇപ്പോൾ 33% ഡൗൺ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം നമ്മൾ ബഡ്ജറ്റ് വരെ വെയിറ്റ് ചെയ്യണ്ട, ഇപ്പോൾ തന്നെയൊക്കെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് നോക്കുക. ഈ ന്യൂസ് നമുക്ക് മാത്രമല്ല അറിയാവുന്നത്, പലർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെക്ടറിൽ കുറേയധികം കയറി പോകാൻ ചാൻസസ് ഉണ്ട് എങ്കിൽ അതിപ്പോഴേ ആളുകൾ വാങ്ങി തുടങ്ങും. ഒരു കുടുംബത്തിൻ്റെ ഫാമിലി ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും അവർക്ക് ലോങ് ടൈമിലേക്കുള്ള ഫൈനാൻഷ്യൽ ഗോൾസ് ഉണ്ടാവും. അപ്പോൾ ഇത്തരം ഷെയറുകൾ ലോങ് ടൈമിലേക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെയൊക്കെ സഹായത്തോടുകൂടി വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി അടുത്ത സെഗ്മെൻ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ ക്വയറിയാണ്. ഇപ്പോൾ ഈ ബഡ്ജറ്റിന് മുമ്പ് യൂലിപ്പ് പോളിസിയിലെ ഇക്വിറ്റി അല്ലെങ്കിൽ ബോണ്ട് ഫണ്ടിൽ നിന്നും സ്വിച്ച് ചെയ്യുന്നത് നല്ലതാണോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് NRIs ആയിരിക്കും അത് ചോദിക്കാൻ ചാൻസ്. കാരണം അവരാണ് വലിയ രീതിയിൽ ഈ ഇക്വിറ്റി ലിങ്ക്ഡ് യൂലിപ്പ് പ്ലാനുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ സ്വിച്ചിങ് എപ്പോഴും ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോഴായിരിക്കും മാർക്കറ്റ് താഴുമെന്ന് പ്രതീക്ഷിച്ച് സ്വിച്ച് ചെയ്ത് ഇക്വിറ്റി ഫണ്ടിൽ നിന്ന് മാർക്കറ്റ് താഴുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇക്വിറ്റി ഫണ്ടിൽ നിന്ന് ബോണ്ടിലേക്ക് മാറ്റും. ആ സമയത്തായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. നേരെ തിരിച്ച് സംഭവിക്കും. ഇപ്പോൾ ഈ ഇലക്ഷനെ നമ്മൾ നോക്കി, ഇലക്ഷൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഇതിനെ നമ്മൾ നോക്കി കാണുമ്പോൾ സ്വിച്ചിങ് ഇപ്പോഴും ഒരു ഇവൻറ്റിനെ ബേസ് ചെയ്ത് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക, സ്വിച്ച് ചെയ്യാനുള്ള ID, പാസ്വേഡ് ഇതൊക്കെ റെഡിയാക്കിയിട്ട് കസ്റ്റമർ ID ഒക്കെ വെച്ചിട്ട് നമ്മളൊന്ന് വാച്ച് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു 6 മാസം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ബഡ്ജറ്റ് വന്നതിന് ശേഷം മൊത്തം താഴോട്ട് പോകുന്നു എന്നുള്ളത് നോക്കി കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞ് ആലോചിച്ചിട്ട് കാര്യമില്ല. ഫസ്റ്റ് പ്രിപ്പറേഷൻ വേണമെന്നുള്ളതാണ്. ഇത്തരം സ്വിച്ച് ചെയ്യേണ്ട സ്കീമുകളുടെ കസ്റ്റമർ തന്നെ, കാരണം ഇതിന് ഒരു ബാങ്കിൻ്റെ സപ്പോർട്ടോ പദ്ധതി തന്നിരിക്കുന്ന ആളുടെ സപ്പോർട്ടോ ഒന്നും എപ്പോഴും കിട്ടണം നിർബന്ധമില്ല. ഞാനാണ് ഈ യൂലിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യുന്ന ആളെങ്കിൽ ഞാൻ സ്വിച്ച് ചെയ്യില്ല. കാരണം ഇന്ത്യയുടെ പോസിറ്റീവ് എക്കണോമിക് ഗ്രോത്തിൽ എനിക്ക് അന്നും വിശ്വാസമുണ്ട്, ഇന്നും വിശ്വാസമുണ്ട്, നാളെ വിശ്വാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ സ്വിച്ച് ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ട് ബഡ്ജറ്റ് താഴെ പോയി തിരിച്ച് ആ ബഡ്ജറ്റ് നേരെ ഓപ്പോസിറ്റാണ് കയറി പോകുന്നെങ്കിൽ എനിക്കെല്ലാം നഷ്ടം വരും. പിന്നെ റീസെൻ്റ്ലി കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു ഡൗൺ ട്രെൻഡാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വിച്ചിങ് ഇപ്പോൾ പ്രിപ്പയർ ആയിരിക്കുക. ദെൻ അത്രയും ഒരു മാർക്കറ്റിന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാത്ത ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുക എന്നുള്ളതാണ്. അലോക്കേഷൻ പെർസെൻറ്റേജ് ഇപ്പോൾ ഒരു ഇക്വിറ്റി ബേസ്ഡ് ആണെങ്കിൽ പോളിസി എടുക്കുന്ന അല്ലെങ്കിൽ ആ നിക്ഷേപം എത്ര നാളത്തേക്കാണോ എന്നതിൻ്റെ ബേസിൽ മാത്രം അതിൻ്റെ അലോക്കേഷൻസ് ബോണ്ടും ഇക്വിറ്റി എന്നുള്ള നിലയിലേക്ക് ഓർ ബാലൻസ്ഡ് ഫണ്ട് അങ്ങനെ ഉള്ള ഫണ്ടുകൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരു 10 വർഷത്തേക്ക് കൊണ്ട് മിഡ് ക്യാപ് ഫണ്ടുകൾ നമ്മുടെ അലോക്കേഷനിൽ മിഡ് ക്യാപ് ഫണ്ടിനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിഡ് ക്യാപ് ഫണ്ടിൽ കുറച്ച് അധികം എമൗണ്ട് കൊടുക്കാം, 60% 70% കൊടുക്കാം. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, വിപ്രോയിൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഏകദേശം 1,200 കോടിയായേനെ എന്നൊരു കണക്ക് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ആ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് അത് തീർത്തും വിശ്വസനീയമായ ഒരു കണക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നോക്കുമ്പോഴും നമുക്കും അത്രയും 10,000 രൂപ എത്ര കോടിയായെന്ന് പറയുമ്പം ഒരു സംശയം വരാം. പക്ഷേ നമ്മളൊരു അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള ഇത് അനലൈസ് ചെയ്യുമ്പോൾ ഒന്ന് സ്റ്റോക്കിൻ്റെ വിലയിലുള്ള വർധനവ്, 2 സ്റ്റോക്ക് സ്പ്ലിറ്റ്. ഇപ്പോൾ ഈ വിപ്രോയുടെയൊക്കെ കേസിൽ ഏറ്റവും വർദ്ധിക്കാൻ കാരണമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റോക്ക് സ്പ്ലിറ്റാണ്. നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞാൽ സിമ്പിൾ എക്സാമ്പിളാണ്. നമ്മൾ ഒരു 1 ലക്ഷം രൂപയുടെ ഗോൾഡ് മേടിച്ചു, അപ്പോൾ 5 പവൻ നമ്മളുടെ കയ്യിൽ കിട്ടി. 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഗോൾഡിൻ്റെ വില വർദ്ധിക്കുന്നു, നമ്മുടെ കയ്യിലുള്ളത് 5 പവനാണ് അല്ലേ. ഒരു 50 ലക്ഷം രൂപയുടെ സ്ഥലം മേടിച്ചു, 1 സെൻറ്റിന് 10 ലക്ഷം രൂപ വെച്ച് നമ്മുടെ കയ്യിൽ 5 സെൻറ്റ് സ്ഥലമുണ്ട്. 10 വർഷം കഴിഞ്ഞ് നോക്കിക്കഴിയുമ്പോൾ സ്ഥലത്തിൻ്റെ വില വർദ്ധിക്കും, നമ്മുടെ കയ്യിൽ 5 സെൻറ്റ് ഉണ്ട്, 5 സെൻറ്റ് സ്ഥലമുണ്ട്. പക്ഷേ ഷെയർ മാർക്കറ്റിൽ സ്റ്റോക്കിൻ്റെ കേസിൽ കുറേ വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് വരുന്നത്. ഇപ്പോൾ 10 രൂപയുള്ള ഷെയർ ചില സമയത്ത് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ 10 എണ്ണത്തിൻ്റെ കൂടെ ചിലപ്പോൾ 10 എണ്ണം കൂടെ കിട്ടും. അപ്പം 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് 20 എണ്ണമായിരിക്കും, വിലയും വർദ്ധിക്കും. അപ്പം ഇവിടെയൊക്കെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തത് കൊണ്ടുകൂടിയാണ് അത്രയും വലിയ ഇതുണ്ടായിരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഷെയറിന് വേണമെങ്കിൽ 10 ഷെയറോ 100 ഷെയറോ വരെ അഡീഷണൽ കിട്ടാം. അപ്പോൾ നമ്മൾ പറയാം 1:10.
അപ്പം നമ്മൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് വരും. അപ്പം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നല്ല കമ്പനികൾ, മൾട്ടി ബാഗറായിട്ടുള്ള കമ്പനികളുടെയൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് സ്പ്ലിറ്റ് വരുന്നു, ഡിവിഡൻറ്റുകൾ വരുന്നു. അത് നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഘടകമാണ് ഡിവിഡൻറ്റ്. ഇപ്പോൾ ഡിവിഡൻറ്റ്, സ്റ്റോക്ക് സ്പ്ലിറ്റ്, ഇത്തരം കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ബോണസ് ഷെയർസ് വരാം. അപ്പോൾ ഇത്തരങ്ങളുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് വലിയ തുകയായിട്ട് മാറുന്നത്. ഞാൻ അന്നും ഇന്നും പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളൊരു 10 വർഷം കഴിയുമ്പോൾ ഇന്നത്തെ മൾട്ടി ബാഗർ അന്ന് വലിയ ലാർജ് ക്യാപ് കമ്പനിയായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മളിത് വെറുതെ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ആ ഒരു എമൗണ്ട് കുറച്ചാണെങ്കിലും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മൈഫിൻ ടി വിയുടെ സ്പെഷ്യൽ ഷോസ് ഉണ്ട്, മൾട്ടി ബാഗറിൻ്റെ അങ്ങനത്തെ ഷോസ് ഉണ്ട്, എക്സ്ക്ലൂസീവ് ഷോസാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായ റിസർച്ച് ടീമുണ്ട്. അവർ അതിൽ എക്സ്പേർട്ടൈസാണ്. അവർ പല റിസർച്ച് റിപ്പോർട്ടുകളെല്ലാം നോക്കിയിട്ട് അതിൻ്റെ ബേസിൽ ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കൊടുക്കും. അത് ആ ഷോ കണ്ടാൽ ആ വ്യക്തിക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് കൃത്യമായ ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇത് ഈ പറഞ്ഞ ആൻസറിനെ ബന്ധപ്പെട്ട ഒരു കമൻറ്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഗോൾഡിലാണോ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ കൂടുതൽ ലാഭകരം, സുരക്ഷിതമെന്ന്? അപ്പോൾ അതിനുള്ള ഒരു മറുപടി അത് നമ്മുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി പോലെ ഇരിക്കും. റിസ്ക് കൂടുതൽ ഇപ്പോൾ ഗോൾഡ്, ഇപ്പം ഞാനത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞാണ്, ഇനി നമ്മൾ പറഞ്ഞാൽ അവർക്ക് ബോറാവും. ഓരോന്നിനും ഓരോ അസറ്റ് ക്ലാസ്സാണ്. അസറ്റ് ക്ലാസ്സിന് അതിൻ്റേതായ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, ഒരു സേഫ്റ്റി ദെൻ റിട്ടേൺ. ഷെയറിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് റിട്ടേൺ ദെൻ സേഫ്റ്റി. ഇപ്പം ഞാനാണെങ്കിൽ ആസ് എ പേഴ്സൺ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. വേറൊരാളോട് ചോദിച്ചാൽ അയാൾ പറയും എനിക്ക് ഷെയറിനെ കുറിച്ച് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഗോൾഡ് വാങ്ങി വെക്കുള്ളൂ, അതാണെങ്കിൽ സേഫായിട്ടിരുന്നോളൂ, കിട്ടുന്ന എമൗണ്ട് വർധനം ഉണ്ടാവുമല്ലോ എന്ന് പറയും. അപ്പം ഡിപ്പെൻഡ് അപ്പോൺ അതിനൊരു ഒരാളുടെ ഫൈനാൻഷ്യൽ നീഡ്സ് ഒക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒത്തിരി ട്രെൻഡ് മാറി, ഇപ്പം ഡിജിറ്റൽ ഗോൾഡിലേക്ക് മാറി. എല്ലാവരും ഡിജിറ്റൽ ഇപ്പോൾ ഓർണമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ട് സ്വർണം സൂക്ഷിക്കുന്നൊക്കെ മാറിയല്ലോ. അതുപോലെ UK ഒരു കസ്റ്റമർ നമ്മൾ മുമ്പ് ചെയ്ത ഷോയിൽ പറയുന്നുണ്ടായിരുന്നു റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിനെ പറ്റിയിട്ട്, വിദേശ മലയാളികളുടെ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ ആൾ പറഞ്ഞിരിക്കുന്നത് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാമോ, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൽ? റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ ഒരു വൺ വേർഡ് ആൻസർ പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ മൈഫിൻ ടി വിയിൽ പേഴ്സണൽ ഫിനാൻസ്, നമ്മുടെ മൈഫിൻ ടി വി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുള്ളിൽ പേഴ്സണൽ ഫിനാൻസിൽ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിനെ സംബന്ധിച്ചുള്ള ഒരു ഫുൾ എപ്പിസോഡുണ്ട്. ആ എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് ഒരു 12-16 മിനിറ്റ് ചിലവഴിച്ച് കഴിഞ്ഞാൽ അതിനുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടും. അപ്പം ഈ ചോദ്യം ചോദിച്ചതല്ലാതെ മറ്റുള്ള ആൾക്കാരും ഉണ്ടാവും. അവരും മൈഫിൻ ടി വിയുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഓർ നിങ്ങൾക്ക് ടി വിയിൽ അത് ആക്സസ് ഉണ്ട്, ടി വിയിൽ കാണാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഫുള്ളായിട്ട് വായിച്ചിടണം. കാരണം ഒരു 12 മിനിറ്റാണ് ആ ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിനെ കുറിച്ചുള്ള കൺസെപ്റ്റും ഷോയും വരുന്നത്. നമുക്ക് വാട്സപ്പ് വഴി കുറേ ആളുകൾ ചോദിച്ച കുറച്ച് കാര്യങ്ങളാണത്. ഒന്ന് വന്നിട്ട് അലോക്കേഷൻ ചാർജ്, പിന്നെ ബിയർ മാർക്കറ്റ്, മൾട്ടി ബാഗ്സ്. നമുക്ക് എല്ലാം നമുക്കിപ്പോൾ എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് 1-2 കാര്യങ്ങൾ പറയാം, കാരണം നമ്മുടെ സമയത്തിൻ്റെ ഇതും കൂടെ ഉണ്ടല്ലോ. മെയിൻ നമുക്കൊന്ന് അലോക്കേഷൻ ചാർജ് ഇപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, ഒരു ചാർജാണത് അല്ലേ, ഒരു ചാർജാണ്. മുമ്പ് പ്രത്യേകിച്ചും ഇൻഷുറൻസ് പോളിസികളിലാണ് ഈ അലോക്കേഷൻ ചാർജ് കൂടുതൽ ഒരു ടേം യൂസ് ചെയ്യുന്നത്. മുമ്പ് 35-40% ഒക്കെ ആയിരുന്നു അലോക്കേഷൻ ചാർജ്. അതായത് ഒരു വ്യക്തി ഒരു 10,000 രൂപ നിക്ഷേപം നടത്തിയാൽ അതിൻ്റെ 40%-ആയ 4,000 രൂപ എടുത്തതിന് ശേഷം ബാക്കിയുള്ള തുക മാത്രമേ നിക്ഷേപത്തിന് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഈ 4,000 രൂപയായിരിക്കും സർവീസ് ചാർജും കമ്മീഷനും ഏജൻറ്റ് കമ്മീഷനൊക്കെ ആയിട്ട് പോവാം. അപ്പം അതിനുശേഷം IRDയുടെ പുതിയ റൂൾസൊക്കെ വന്നു. അപ്പം നമ്മുടെ അലോക്കേഷൻ ചാർജ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന റിട്ടേണിൻ്റെ 1.5 to 2% ഒരു റേഷ്യോ വെച്ചിട്ടുണ്ട്. അതിനുള്ളിലായിരിക്കണം നിയമം വന്നു. അതിനുശേഷം അത്തരത്തിലുള്ള പദ്ധതികൾ, യൂലിപ്പുകൾ അല്ലെങ്കിൽ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾ, മ്യൂച്വൽ ഫണ്ടിലുള്ള അത്തരം കാര്യങ്ങൾ വളരെ നല്ല രീതിയിലോട്ട് സെല്ല് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അലോക്കേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നിക്ഷേപത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ചാർജാണ്. അതിൻ്റെ കമ്മീഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്, ഫണ്ട് മാനേജ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഏതൊരു വ്യക്തിയും നിക്ഷേപങ്ങളിൽ ചേരുന്നതിന് മുമ്പായി അലോക്കേഷൻ ചാർജ് എത്രയാണെന്ന് പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കണം. ചില സെയിം റിട്ടേൺ നൽകുന്ന അല്ലെങ്കിൽ ഹയർ റിട്ടേൺ നൽകുന്ന സ്കീമുകളിൽ കൂടുതൽ അലോക്കേഷൻ വന്നിട്ടുണ്ടാവാം, പക്ഷേ റിട്ടേൺസ് കൂടുതലാവാം. അപ്പോൾ ശരിക്കും അത് നമ്മളുടെ നിക്ഷേപത്തിനെ ബാധിക്കും. കാരണം റിട്ടേൺസ് കൂടുതലാണ്, ബട്ട് അലോക്കേഷൻ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കുറയും. പക്ഷേ ഇപ്പോൾ ഉള്ള ഓൾമോസ്റ്റ് സ്കീമുകളുടെയും അലോക്കേഷൻ ചാർജ് 2.5%, 4-5% ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കാറുണ്ട്. പിന്നെ മൾട്ടി ബാഗർ നമ്മൾ നേരത്തെ മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അതിൽ
നമ്മൾ 10 വർഷം കൊണ്ട് വരുന്നതിനെ 10 മടങ്ങ് റിട്ടേൺ എന്ന് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമൻറ്റ് വായിച്ചിരുന്നു. അപ്പോൾ ഇരട്ടിയാകുന്നതാണ് ശ്രീപ്രിയ ചോദിച്ച ചോദ്യം. ഇരട്ടിയാകുന്ന നിക്ഷേപം എന്ന നിലയിലാണ് ചോദിച്ചത്. പക്ഷെ നമ്മൾ ഉത്തരത്തിൽ അത് കൃത്യമായി പറഞ്ഞിരുന്നു, 10 മടങ്ങ് വർധനവ് വരാൻ സാധ്യതയുള്ളതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ മൾട്ടി ബാഗർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതിൻ്റെ വാക്കിൽ തന്നെ ഉണ്ടത്. നമ്മളിപ്പോൾ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാൽ അത് ഇപ്പം 10 രൂപ വിലയുള്ള ഒരു സാധനം 100, 200, 300 വില ആവാം. ഓക്കെ, ഇപ്പോൾ സ്റ്റോക്കിൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ പണ്ട് വിപ്രോ ഒരു മൾട്ടി ബാഗറായിരുന്നു, ഇൻഫോസിസ് ഒരു മൾട്ടി ബാഗറായിരുന്നു, റിലയൻസ് ഒരു മൾട്ടി ബാഗറായിരുന്നു ഒരു 20 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പ്. ഇപ്പം അതുപോലെയുള്ള മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ മേ ബി ഒരു വർഷം കൊണ്ട് 2 ഇരട്ടി ആവാം, 3 ഇരട്ടി ആവാം, 10 ഇരട്ടി ആവാം അല്ലേ. അപ്പം അങ്ങനെ വളരെ വലിയ രീതിയിലോട്ട് വർദ്ധിക്കാൻ സാധ്യതയുള്ള ഷെയറുകളാണ് മൾട്ടി ബാഗർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റേ അല്ലത്. അടുത്തൊരു ചോദ്യം, നാസ്ഡാക്ക് ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. നാസ്ഡാക്ക് ഫണ്ട് നമ്മൾ പറഞ്ഞതിന് ശേഷം ഒരു 2-3 കാര്യങ്ങൾ അതിൻ്റെ സംഭവിച്ചിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം. അപ്പോൾ അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുക. നമ്മൾ ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് അവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ പ്രധാനപ്പെട്ട ചില ബിസിനസ്സുകാരുണ്ടായിരുന്നു. അത് ആരൊക്കെയാണെന്ന് ശ്രദ്ധിച്ചായിരുന്നോ? ആപ്പിളിൻ്റെയും ആമസോണിൻ്റെയും അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ സിഒമാരുണ്ട്. അതായത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു നാസ്ഡാക്ക് ഫണ്ടിൽ ഉറപ്പായിട്ടും ഒരു വ്യക്തി ഇന്ത്യയിൽ നിന്ന് ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ട്രംപ് ഒരു നമ്പർ 1 ബിസിനസ്സുകാരനാണ്. ലോകത്തെ നിയന്ത്രിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ പ്രസിഡൻ്റായി ട്രംപ് വരുമ്പോൾ ട്രംപിൻ്റെ കൂടെ ബിസിനസ് ചെയ്യാൻ വരുന്ന ആരൊക്കെയാണ്? എലോൺ മസ്ക്, മെറ്റയുടെ സിഇഒ, മീൻസ് ഫേസ്ബുക്കിൻ്റെ സിഇഒ, ഗൂഗിളിൻ്റെ സിഇഒ, ആപ്പിളിൻ്റെ സിഇഒ, ടെസ്ലയുടെ സിഇഒ. ഇവരാണല്ലോ ലോകത്തെ നിയന്ത്രിക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റും നമ്മൾ ഉപയോഗിക്കുന്ന വിൻഡോസും ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഇവരെല്ലാം കൂടെ കൂടി ചെന്നിട്ട് ഏതായാലും ബിസിനസ് നഷ്ടത്തിലാക്കാനായിരിക്കുമല്ലോ നോക്കുക അല്ലേ. അതിന് അനുവാദികമായ രീതിയിലോട്ട് പോളിസികളും കാര്യങ്ങളൊക്കെ വരും. അപ്പം നാസ്ഡാക്ക് ഫണ്ട് പ്രത്യേകിച്ചും നമ്മൾ അന്ന് സംസാരിച്ച മോത്തിലാൽ ഓസ്വാളിൻ്റെ നാസ്ഡാക്ക് ഫണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. സിമ്പിളാണ്. അതായത് നമ്മൾ ഒരു മൊബൈൽ ആപ്പ് ഒന്നെങ്കിൽ അവരുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, ഓർ ഇൻറ്റ് മണി, ഓർ ഗ്രോ, ഓർ എനി ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ഒക്കെ ഉണ്ട്. അത് ഫണ്ട് സെർച്ച് ചെയ്ത് ആ ഫണ്ട് വരും. നമുക്കതിൻ്റെ എല്ലാം ഡിജിറ്റൽ തന്നെ ചെയ്യുന്നത്. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് സ്പെൻഡ് ചെയ്യും. ഫസ്റ്റ് അപ്പോൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ബാക്കിയൊക്കെ ആപ്പിൽ അവർ പറഞ്ഞു തന്നോളൂ. അവിടെ കിട്ടുന്ന ഇപ്പം കഴിഞ്ഞ ഇടയ്ക്കൊരു പാർലമെൻറ്റിൽ എന്തോ ഒരു വീഡിയോയിൽ കണ്ടതാണ്, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കുപ്പി വെള്ളം വാങ്ങിക്കുന്നതിൻ്റെ ചാർജും എയർപോർട്ടിൽ വാങ്ങിക്കുന്ന വെള്ളത്തിൻ്റെ ചാർജും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ചാർജ് കൊടുക്കാൻ റെഡി ആണെങ്കിലോ? അപ്പോൾ ഹൈ ക്ലാസ് ആൾക്കാർക്ക് മാത്രമേ ഒരിക്കലും അല്ല. അത് ഫെസിലിറ്റീസും ഞാൻ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ആ മാനേജ് ചെയ്യുന്ന രീതിനെ ഉദ്ദേശിച്ചത്. എയർപോർട്ട് എന്നുള്ളതല്ല, മാനേജ് ചെയ്യുന്ന രീതി. ഇപ്പം റെയിൽവേ സ്റ്റേഷൻ തന്നെ നമ്മൾ എത്രയോ നന്നായി, ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്റ്റിൽ പിന്നെ പല റെയിൽവേ സ്റ്റേഷനുകളും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 100-ലധികം റെയിൽവേ സ്റ്റേഷനുകൾ ഇത്തരത്തിലൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാൻ പറ്റും. നമ്മൾ എന്തിനാണ് മുഷിഞ്ഞ കാര്യങ്ങൾ മുഷിഞ്ഞ രീതിയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? നമ്മൾക്ക് അതിനുള്ള പേയ്മെൻറ്റോ പണമോ ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ. നമ്മളതിന് ഇപ്പോൾ ഒരു 10 രൂപ ഒരു 2 രൂപ ടിക്കറ്റിൽ കൂട്ടി, പക്ഷേ നമുക്ക് അവിടെ ഫ്രീ ആയിട്ടിരിക്കാം. അപ്പം ഇപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കുറേ ആൾക്കാർക്ക് ഇരിക്കാൻ AC സൗകര്യങ്ങളുണ്ട്, കുറേ ആൾക്കാർക്ക് ഇരിക്കില്ല. അതെന്താ എല്ലാവർക്കും ആയാൽ? നിങ്ങൾക്ക് ദുബായിൽ ചെന്നാൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ 2 രൂപ കൂടുതൽ കൊടുത്താൽ ഒരു കുറച്ച് സ്ഥലം കൂടുതൽ കിട്ടുമോ? ഇല്ല. എല്ലാവർക്കും, എല്ലാ സിറ്റിസണിനും കോമൺ റൂളാണ്, എല്ലാവർക്കും ഈക്വലൈസ് ചെയ്താണ് വേണ്ടത്. അപ്പോൾ ഇതിന് നമ്മൾ ബഡ്ജറ്റിലേ കൊടുക്കണം. നമ്മൾ ഭയങ്കരമായ അന്താരാഷ്ട്രമായ വിഷയങ്ങൾ സംസാരിച്ച് കുറേ ഫണ്ട്, ഓട്ടോ ഇൻഡസ്ട്രി കുറേ ഫണ്ട്, ആ ഫണ്ട് ഈ ഫണ്ട് എന്ന് പറയാതെ ഓരോ വ്യക്തിയുടെയും അത് നമ്മൾ ഇപ്പോഴൊക്കെ അതിന് ഇപ്പോഴേ തുടങ്ങിയാൽ ഒരു 5 വർഷമോ 10 വർഷമോ കഴിയുമ്പോഴേക്കും ഇങ്ങനെ ആകത്തുള്ളൂ. ഇപ്പോൾ മൈഫിൻ ടിവിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലുള്ളതാണ് പീസ്ഫുൾ ലൈഫ്. പീസ്ഫുൾ ലൈഫ് വരണമെങ്കിൽ ഫിനാൻസ് സ്റ്റെബിലിറ്റി ഉണ്ടാവണം. ദെൻ പീസ്ഫുൾ ലൈഫിൽ ഫെസിലിറ്റി മാനേജ്മെൻറ്റും നമ്മുടെ ഹാപ്പിനെസ്സിന് ഒരു പ്രധാന കാര്യമാണ് നമ്മളുടെ ജീവിക്കുന്ന, നമ്മൾ താമസിക്കുന്ന ഇടം. അപ്പോൾ അതിൽ എനിക്ക് പോയിട്ട് പഞ്ചായത്തിൻ്റെ ഓഫീസ് റെഡിയാക്കാൻ പറ്റുമോ? അത് ഗവൺമെൻറ് തന്നെ വിചാരിക്കണം. എക്സാമ്പിൾ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ അടുത്തൊരു മെഡിക്കൽ കോളേജ് കൊടുക്കുക. ഓക്കെ, നിലവിലുള്ള മെഡിക്കൽ കോളേജിൽ എത്ര വാർഡുണ്ട്? എത്ര പേര് തറയിൽ കിടക്കുന്നുണ്ട്? എത്ര ഹോസ്പിറ്റൽസ് മെഡിസിൻസ് ഇല്ല? ഞാൻ പറയുന്നത് പുതിയ മെഡിക്കൽ കോളേജ് വേണമെന്നല്ല പറയുന്നത്,
പക്ഷേ ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ മോളിൽ നിന്നല്ലാതെ ഞാൻ പറയുന്ന ഫിനാൻസ് മിനിസ്റ്ററൊക്കെ ഒരു 3-4 മാസം മുമ്പ് ഇറങ്ങി ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിലും പോകണം, ഹോസ്പിറ്റൽസിൽ പോകണം, കോളേജുകളിൽ പോകണം, സ്കൂളുകളിൽ പോകണം, നമ്മുടെ പൊതുസ്ഥലങ്ങൾ സന്ദർശിക്കണം, എന്നിട്ട് അത് നേരിൽ കാണണം, എന്നിട്ട് ബഡ്ജറ്റ് ഉണ്ടാക്കണം. അപ്പോൾ റിയലിസ്റ്റിക് ആവും, കാര്യങ്ങൾക്ക് കുറേ കൂടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള എത്രയോ മെഡിക്കൽ കോളേജുകളിൽ സ്ഥലങ്ങളില്ല, പക്ഷേ പുതിയ മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്. സ്ഥലത്തിൻ്റെ ഡെൻസിറ്റിയുടെ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ ബെഡുകൾ വരണം, മെഡിസിൻസ് വരണം, അതിനും ബഡ്ജറ്റിൽ വക വരുത്തിയാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ മാർച്ച് മാസം കഴിഞ്ഞ് വരുവാണ്, ആ ഹോസ്പിറ്റലിൽ ബെഡില്ല എന്ന് പറഞ്ഞാൽ അവർ പറയും ഹെൽത്ത് മിനിസ്ട്രിയുടെ അണ്ടറിൽ 25,000 കോടി, ആ 25,000 കോടി രൂപയിൽ ഇത്ര ചെലവഴിച്ച് കഴിഞ്ഞു, ഇനി അടുത്ത ബഡ്ജറ്റ് വരെ ഉള്ളൂ. കേന്ദ്ര ബഡ്ജറ്റ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബ ബഡ്ജറ്റ്. കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ കുടുംബ ബഡ്ജറ്റിലും മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൈഫിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും കാണുക. ഇപ്പോൾ മൈഫിൻ്റെ ബഡ്ജറ്റിൻ്റെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കാണുക, കൃത്യമായ ഒരു പ്ലാനിങ് തയ്യാറാക്കുക, അതിനനുസരിച്ച് മുമ്പോട്ട് പോവുക. നല്ല ഒരു സാമ്പത്തിക സുരക്ഷിത ജീവിതം നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. MyFin TV. Download the app now.